ഹായ് അസ്സാം വലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പറയാം, ഒരു ദിവസം തന്നെ ഈ 3-4 വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ എനിക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്ക് കണക്ഷൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണല്ലോ. അങ്ങനെ മോളെയും കൊണ്ട് ശ്രീകുമാർ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഹൈ സീഷറാണ്. ആദ്യം നമ്മൾ ബേബി മെമ്മോറിയൽ മോക്ക് സീഷറിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ജസ്റ്റ് അവിടുന്ന് ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഞാൻ കാണിച്ചിട്ട് പിന്നെ നമ്മൾ ഇ ജി ടെസ്റ്റ് ചെയ്യണം. അതിൽ വേരിയേഷൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, കുട്ടിക്ക് ഓൾറെഡി സീഷറിൻ്റെ സിംറ്റംസ് കാണുന്നുണ്ട്, പിന്നെ എന്താ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടത്? അപ്പം അതിൽ അവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ ചെറിയ രീതിയിൽ സീഷറായൊന്ന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എന്തോ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തോ ആണ്. അതിന് ശേഷമാണ് നമ്മൾ ശ്രീകുമാർ ഡോക്ടറെ അടുത്തുനിന്ന് കാണിക്കുന്നത്. ആദ്യം ബേബിയിൽ കാണിച്ച് പിന്നെ 2-3 മാസം കഴിഞ്ഞ ശേഷം സാറിൻ്റെ അടുത്ത് കാണിച്ചത്. അപ്പോൾ അവിടുന്ന് പിന്നെയും നോക്കുമ്പോൾ ഹൈ സീഷറാണ്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കൈൻഡ് ഓഫ് കേസസിലെ കുട്ടികളാണ് അവിടെ വരുന്നത്. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വലിയ മക്കളെന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സിലെ കുട്ടികളെല്ലാം അച്ഛൻ ഇങ്ങനെ എടുത്തിട്ട് വരുന്നൊരു ദൃശ്യം എൻ്റെ. അപ്പം ഞാൻ ചിന്തിക്കും, എനിക്കറിയില്ലല്ലോ എൻ്റെ മോളിപ്പോൾ അങ്ങനെ ആവില്ലയോ, ഞാൻ അങ്ങനെ ചിന്തിക്കും. ഇതെല്ലാം കണ്ട് ഇങ്ങനെയല്ല എൻ്റെ കുഞ്ഞാവും, ഞാനിങ്ങനെ എടുത്തിട്ട് വരേണ്ടി വരുമോ. പക്ഷേ ഇപ്പം എൻ്റെ മോള് ആൾ ഉഷാറില്ലെങ്കിലും ആൾ ഭയങ്കര ഹൈറ്റ് വെച്ച്. പിന്നെ ആ കുട്ടീനെ എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല 6 വയസ്സായില്ലേ, ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പോകേണ്ട പ്രായമായതുകൊണ്ട് തന്നെ ആൾ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം അന്ന് ഞാൻ മുൻകൂട്ടി പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇന്ന് നടക്കുന്നു. അതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അതേപോലെ അവിടുന്ന് കാണിക്കുന്നു. അങ്ങനെ ഏകദേശം 2 വയസ്സ്. പിന്നെ ജനറ്റിക് സ്റ്റഡി. ആദ്യം നമ്മൾ മൈക്രോസോം അനാലിസിസിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് TM കറക്റ്റ് കുറേ കാലമായില്ല. അതിന് മുമ്പ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നത് നെഗറ്റീവായി. അതിനുശേഷം നമ്മൾ മൈക്രോസോം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതും നെഗറ്റീവായി. എന്താണ് ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ടത്. ഡോക്ടർ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്നും അറിയുന്നില്ല. നമുക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് എന്നാ കുട്ടിക്ക് കിട്ടുന്ന ഒരു ലാഭം എന്ന് വെച്ചാൽ അത് അന്നേരം ഡോക്ടർ പറയുന്നില്ല. ശരിക്കും പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാം ഒരു കാര്യം, അങ്ങനെ ഏതെങ്കിലും ഡോക്ടർ ജനറ്റിക് ടെസ്റ്റ് സ്റ്റഡിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെക്കൻഡ് പ്രഗ്നൻസി പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അനാലിസിസ് ചെയ്യുക. ഇപ്പം അഥവാ നമ്മൾ ഇപ്പം പ്ലാനിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ നിങ്ങൾ ഈ സ്റ്റഡീസ് നടത്തിയാൽ മതി. എന്നോട് മെഡിക്കൽ കോളേജസ് എന്ന് പറഞ്ഞാൽ ഞാൻ മൈക്രോസോം അനാലിസിസ് മാത്രം ചെയ്ത് പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, അതിനിപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റ് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് കഥകൾ അതിന് മേലെ ക്ലിനിക്കൽ എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള ഇതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ക്ലിനിക്കൽ എക്സാമിലേക്ക് എത്താനുള്ള കാര്യങ്ങളെല്ലാം പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം അവിടെ നമ്മൾ ചെയ്തു നെഗറ്റീവ്. പിന്നെ എന്തായിരിക്കും കുട്ടി ഇങ്ങനെ നമ്മളെല്ലാവരും കുഞ്ഞിങ്ങനെ ആവാനുള്ള കാരണം എന്തായിരിക്കും? ശരിക്കും കുഞ്ഞിങ്ങനെ ആവാനുള്ള കാരണം എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതിൽ യാതൊരു ആവശ്യകതയുമില്ല. കാരണം കുഞ്ഞിങ്ങനെ നമ്മളെ മോള് ജനിച്ച കുഞ്ഞിങ്ങനെ ആവാനുള്ള കാരണം ആലോചിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഇപ്പം നിങ്ങളൊരു വീട്ടിൽ ഇതുപോലെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ ആവാനുള്ള കാരണം എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കരുത്. നമ്മളെ കുട്ടി ജനിച്ചു കഴിഞ്ഞ കുട്ടി എന്തായിരിക്കും കാരണം എന്തെന്ന് ചിലപ്പം പറയുമായിരിക്കും പിന്നെ ജനറ്റിക്കൽ മ്യൂട്ടേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പറയാം എന്തെങ്കിലും ഇൻഫെക്ഷൻ. ഇനിയിപ്പോൾ എന്ത് റീസൺ ആയാലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നെക്സ്റ്റിലെ കുട്ടി ഇങ്ങനെ ആവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കാമെന്നല്ലാതെ ജനിച്ചു കഴിഞ്ഞ കുട്ടീൻ്റെ കാരണം ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് ആലോചിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ള ആൻസൈറ്റി വേണ്ട.
ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഡ്വൈസ് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിൻ്റെ കൺട്രോൾ, അപ്പം ഞാനെങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഓരോരോ സെക്ഷൻ വൈസായി ഞാൻ പറയുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഗൈസ്, അപ്പം പക്ഷേ ഒരു വൈഡായിട്ടുള്ള സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ബോറടിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിലും ഭയങ്കര ബോറാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഞാൻ അത്രയും ബോൾഡായിട്ടാണ് പറഞ്ഞു. എൻ്റെ സ്റ്റോറീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ബാക്കി ഉള്ളത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ബോറടിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുക, വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് നിങ്ങളെല്ലാവരും നമ്മളെ ഫാമിലിയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ മോളെപ്പോലത്തെ മാലക കുഞ്ഞുങ്ങളില്ല പാരൻസിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരം എൻ്റെ വീഡിയോ കൊണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. പിന്നെ മുന്നോട്ട് ജീവിക്കാനുള്ളൊരു പ്രചോദനം, അത് എൻ്റെ വീഡിയോ എൻ്റെ മോളെയും കാണുമ്പം അവർക്ക് തോന്നുന്ന ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകണമെന്ന് ആഗ്രഹം. പിന്നെ എനിക്ക് വിഷമങ്ങളുണ്ട്, വിഷമങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. മോളെ കാര്യങ്ങൾ ടീച്ചറടിക്കുമ്പോൾ എല്ലാം സങ്കടങ്ങളുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. സോ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ബൈ.